വെൽക്കം ടു മൈ ചാനൽ അംബഡൂസ് വേൾഡ്. ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങള് ആർക്കാ സൈക്കിൾ എടുക്കാൻ പോണ ഇതിക്ക് തുമ്പിമോൾക്ക് സൈക്കിൾ എടുക്കാൻ പോട്ടോ. എന്തിനാ ഇപ്പൊ തുമ്പിമോൾക്ക് സൈക്കിൾ എടുക്കാൻ പോണത്? ഈ അമ്പുടുവിന്റെ സൈക്കിളിന് കയറ്റുന്നില്ല അല്ലേ തുമ്പീനെ, പാവം. അപ്പൊ ഞങ്ങള് തുമ്പിമോൾക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ വിചാരിച്ചു. അപ്പൊ അമ്പൂന് എന്താ വാങ്ങുക? റിമോട്ട് കാറ്. അമ്പൂന് റിമോട്ട് കാറ്. അപ്പൊ ഞങ്ങൾ പോകുമ്പോഴുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം ഗൈസ്. താറ്റെടുത്തേ. ഓക്കേ, നമ്മളെങ്ങനെ പോണത്? ആരോട്ടോറിക്ഷയില പോണത്? വായന്ന് വരലെടുക്ക്. ആരോട്ടോറിക്ഷയില പോണത്? മണ്ണോ? ഹായ് പറ. ആരോട്ടോറിക്ഷയില പോണത്? ഇവിടെ വാ. ആരോട്ടോറിക്ഷയില പോണത്? എന്താമ്പോ കുട്ടിയാണ്. ഞങ്ങളെ കുട്ടൻതാട്ടന്റെ ഓട്ടോറിക്ഷയിലാണ്ടോ പോണത് ഗൈസ്. എനിക്ക് വയ്യ, പോയി പണി നോക്കി. എന്താണ്? അയ്യേ, ഇവിടെ എന്താ പണി? കൊണ്ടുപോവില്ല കേട്ടോ, കൊണ്ടുപോവില്ല. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോവില്ല. ചളിയൊക്കെ അല്ലേ, കൊണ്ടുപോവില്ല നിങ്ങളെ. നടങ്ങിക്ക്. ഓട്ടോഷ വരുന്നുണ്ട്. വരില്ല. സൈഡക്ക് ചീരിപ്പായി. അപ്പം ഞങ്ങൾ വാണിയമ്പലത്തേക്ക് വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടേട്ടൻ അത് മറന്നു കേട്ടോ. പിന്നെ നേരെ പമ്പിൽ പോയി എണ്ണ അടിച്ച് തിരിച്ച് പോരുമ്പോഴാണ് അമ്മേനെ കൂടെ കൂട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മേനെയും കൂട്ടി വാണിയമ്പലത്തു നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. സൈക്കിള് വാങ്ങുന്ന കട പാറക്കുളം ആ ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ പാറക്കുളം എത്തുന്നതിന് മുന്നേ തച്ചങ്കോട് ഇങ്ങനെ ഒരു കട ഉണ്ട് കേട്ടോ. ജിലേബി, ഹൽവ, അതേപോലെ അതിൻ്റെ അപ്പുറത്തായിട്ട് പച്ചക്കറി അങ്ങനെയൊക്കെ വരുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. ഈ വഴി പോകുമ്പോൾ ചേച്ചിക്ക് നിർബന്ധമാണ് കേട്ടോ ജിലേബി വാങ്ങണമെന്ന്. ചേച്ചിക്ക് എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റാണ്. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി. കുട്ടേട്ടൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് കുട്ടേട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുട്ടേട്ടൻ്റെ പ്രത്യേകത. എവിടെ പോവുകയാണെങ്കിലും, ഇപ്പം ദൂരെ പോവുകയാണെങ്കിലും തിരിച്ചു വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കടയിൽ കയറണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും കേട്ടോ. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ കുട്ടേട്ടൻ ഇതാ പോയിട്ട് ജിലേബി വാങ്ങി. 100 രൂപയ്ക്ക് കേട്ടോ വാങ്ങിയത്. 100 രൂപയ്ക്ക് വാങ്ങിയാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ കുട്ടേട്ടൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങി തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ജിലേബിയൊക്കെ വാങ്ങി എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ സൈക്കിൾ വാങ്ങാൻ കയറിയ ഷോപ്പ്. ഇത് പാറക്കുളത്തായിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ സൈക്കിൾ മാത്രമല്ല, മക്കൾക്ക് വേണ്ട ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ടോയ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ബൈക്ക്, സ്കൂട്ടി, അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സൈക്കിള്, JCB. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ വണ്ടിയൊക്കെ ഞങ്ങൾ ഒരു വട്ടം ഇവിടെ വന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് കടയുടെ ഓണർ. ഇവിടെ പൊതുവേ റേറ്റ് കുറവാണെന്ന് കേൾക്കാറുണ്ട് കേട്ടോ. എന്താ സത്യാവസ്ഥ അറിയില്ല, ഞങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു.
ഇത് എന്താ പറയുക പമ്മക്കുട്ടികളാട്ടോ. ഒരുപാട് വെറൈറ്റി അങ്ങനെ വരുന്ന പമ്മക്കുട്ടികളുണ്ട്. ഇത് മറ്റേ ആടുന്ന കുതിര പോലത്തുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക മക്കളെ ഡ്രസ്സ് മടക്കി വെക്കാൻ പാകത്തിലുള്ള ബോക്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് കേട്ടോ ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു സൈക്കിളിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരെണ്ണം വേറെ കൊടുത്തു കേട്ടോ. അപ്പം അവളടുത്തുനിന്ന് എണീറ്റ് ഇരുന്നിട്ട് ഇതിലേക്ക് ഇരിക്കാൻ പറയാണ് കേട്ടോ ഓണർ. അപ്പോൾ അവളത് അതൊന്ന് എണീറ്റ് ആ സൈക്കിളിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്തത് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് അമ്പുടൂനൊരു റിമോട്ട് കാറാണ് കേട്ടോ. അപ്പം അവന് ഓൾറെഡി ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് അവന് സൈക്കിൾ വാങ്ങിക്കാത്തത്. അതന്നെ ഇപ്പോൾ അവന് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ഓട്ടമായിരുന്നു. ഇപ്പം അതാ ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികൾ റോഡിലൂടെ സൈക്കിൾ ഓടിക്കുമ്പം അവനൊരു ആഗ്രഹമാണ്, അപ്പോൾ സൈക്കിൾ എടുക്കും. അല്ലാത്തപ്പം അവന് സൈക്കിൾ എടുക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പിന്നെ അവന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ വലിയ വലിയ വണ്ടികളോടൊന്നും വലിയ താല്പര്യമില്ല. ഇതുപോലത്തെ കുഞ്ഞു ടോയ്സിനോടാണ് കേട്ടോ അവന് ഇഷ്ടം. റിമോട്ട് കാറ്, അതുപോലെ തന്നെ ചെറിയ കാറുകൾ, ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ പാകത്തിലുള്ള കാറുകൾ, അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെയാണ് കേട്ടോ അവന് പൊതുവേ ഇഷ്ടം. അപ്പോൾ അത് ഞങ്ങൾ റിമോട്ട് കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓണർ വന്ന് ഞങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരാണ്. അതിനെത്ര റേറ്റാണ്. പൊതുവേ റിമോട്ട് കാറിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റാർട്ടിങ് 350, പിന്നെ 950, പിന്നെ 1000 സംതിങ് അങ്ങനെ വരുന്നുണ്ട്. അപ്പം മക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിനാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേന് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ചക്രം പോന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ പറയായിരുന്നു റേറ്റ് കുറവുള്ള മതി എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പം റേറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ 400-ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഞാൻ വെറുതെ ചുമ്മാ എടുത്താട്ടോ. നമുക്ക് പമ്മക്കുട്ടികൾ, ഗേൾസിന് വേണ്ടിയിട്ടുള്ള പമ്മക്കുട്ടികൾ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റിമോട്ട് കാർ എടുത്ത് തന്നു. അപ്പോൾ അത് അവന് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അവന് ഉദ്ദേശിച്ച പോലെ ഒരെണ്ണം കിട്ടിയിട്ടോ. അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അതേപോലെ ഒരെണ്ണം കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിപ്പെണ്ണി ചിലപ്പം വീട്ടിൽ ചെന്ന സൈക്കിളൊന്നും ആവില്ല ആവശ്യം, റിമോട്ട് കാർ തന്നെയാവും ആവശ്യം. അപ്പോൾ പിന്നെ അതേപോലെ ഒരെണ്ണം കൂടിയും എടുത്തു കേട്ടോ. അപ്പോൾ ഓണർ ബില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ പറയായിരുന്നു ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം വീട്ടിൽ ചെന്നാൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ തിരിച്ച് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഞങ്ങൾ ആളോട് പറയായിരുന്നു ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ. അത് പൊട്ടിച്ചിട്ട് ഒന്ന് നോക്കണം. പിന്നെ ഞങ്ങൾ ഒരു കസേരയും കൂടി എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം ഉണ്ട്. അപ്പം അത് എടുക്കാറില്ല. കാരണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കും വാശിയായിരിക്കും, രണ്ടാളും അതിൻ്റെ പേരിൽ തല്ലായിരിക്കും. അപ്പം ഞങ്ങൾ വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതും കൂടെ പുറത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരെണ്ണം കേട്ടോ വീട്ടിലുള്ളത്. അപ്പം ഞങ്ങളിതാ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു, ആ സ്പോഞ്ച് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു കേട്ടോ ഇരിക്കുന്ന ഭാഗത്തായിട്ട്. ഞങ്ങൾ ഓരോന്നോരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തുമ്പിമോൾക്കാണ് കേട്ടോ വാങ്ങുന്നത്. കാരണം അവിടെ ഉള്ളത് അമ്പുട് യൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ പിന്നെ തുമ്പിമോൾക്കാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് പറയായിരുന്നു അമ്പുടും ഒരിക്കലും അതിന് സമ്മതിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതുത് എന്ത് വാങ്ങുകയാണെങ്കിലും അവനാണ് കേട്ടോ എടുക്കാറ്. അപ്പം തുമ്പിമോൾ അവിടെ കാണുന്ന എല്ലാ സാധനത്തിലും കയറിയിരുന്ന് ഓടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇടയിൽ വഴക്ക് പറയുന്നുണ്ട്, ചീത്ത പറയും, എണീക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ എണീക്കില്ല കേട്ടോ. അവൾ അവൻ്റെ ഏട്ടന് ഒരെണ്ണം കാണിച്ചു കൊടുക്കണം കേട്ടോ. അമ്പുട് ഇതിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്പുടാണെങ്കിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഇഷ്ടപ്പെട്ട ഓരോന്നിനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഓണർക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ചെയറാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. അപ്പോൾ പറഞ്ഞ പോലെ ഓണർ നോക്കണം കേട്ടോ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല, നല്ല ഉഷാറായിട്ട് തന്നെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വാശി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയുന്നു വീട്ടിൽ ചെന്നിട്ട് ഓടിക്കാം, വെറുതെ ടൈം കളയണ്ട, ചിലപ്പം അവിടെ നിന്ന് ഓടിച്ചാൽ അവിടെ നിന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ അവൻ സമ്മതിച്ചില്ല, അവൻ ഒരുപാട് തവണ ഓടിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞു ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എയ്റോപ്ലെയിന്, കാറുകൾ, ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് കേട്ടോ അമ്പുടുവിന് ഭയങ്കര കാര്യം. പക്ഷെ ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്, കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല റേറ്റ് വരുന്നുണ്ട്. ഗണ്ണ്, അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ, ഒരുപാട് മൃഗങ്ങളെ
ആക്കിയിട്ട് ഇതുപോലത്തെ കേട്ടോ ജിറാഫ്, പുലി അങ്ങനെ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഒരു കസേര, പിന്നെ 2 റിമോട്ട് കാറ്, പിന്നെ ഒരു സൈക്കിള് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോവാൻ നിൽക്കാം കേട്ടോ. ബില്ലടിക്കാണ്. അപ്പോൾ ഇതാ കുട്ടേട്ടൻ ഈ ഒരു സൈക്കിളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചേ. അപ്പോൾ സൈക്കിൾ ഓട്ടോയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതുമാത്രമല്ല ഞങ്ങൾ കസേര അതുപോലെ തന്നെ വാങ്ങിച്ച റിമോട്ട് കാറുകൾ അതൊക്കെ ഓട്ടോൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ സൈക്കിൾ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി അതിൽ കയറണം കേട്ടോ. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മുറി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂരാട് മെഡിക്കൽ ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു തന്നെ വാങ്ങി കേട്ടോ. 22 രൂപയായിരുന്നു. അപ്പം ഞങ്ങളത് വാങ്ങിച്ചു. നേരെ ഓട്ടോയിൽ കയറി തിരിച്ചു പോന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഇതാ മക്കൾ ഓരോന്നായിട്ട് അമ്മച്ചന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സൈക്കിള് ഓട്ടോയിൽ നിന്ന് ഇറക്കുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ കാണുന്നത്. പോയപ്പോ വാങ്ങിയതാട്ടോ. അപ്പൊ ഇനി അമ്മൊന്നും ഉണ്ടാതിരിക്കമ്മ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഭയങ്കര സൗണ്ട്. ടാറ്റാ.